എല്ലാവർക്കും അല്ലൂസ് ഫേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഈ ഒരു ജ്യൂസ് ഞാനൊരു 1 ഇയർ മുമ്പേ ഒരു ഫംഗ്ഷന് പോയപ്പം കുടിച്ചതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആ ജ്യൂസ് കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നാ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്ത് ജ്യൂസാണെന്ന് ഒരു തുമ്പിടി കിട്ടുന്നില്ല ഈ ഒരു കുടിക്കുമ്പോൾ. ഭയങ്കര ടേസ്റ്റ്. അപ്പം ഞാൻ വേഗം പോയിട്ട് അത് ഉണ്ടാക്കിയാളെ കുത്തിനിങ്ങ് പിടിച്ചിട്ട് ചോദിച്ചു, സത്യം പറഞ്ഞു ഇതിൻ്റെ റെസിപ്പി വേഗം പറഞ്ഞു തന്നു. അപ്പോൾ അവർ പേടിച്ചിട്ട് പറഞ്ഞു തന്നു. എന്നെ കണ്ട പേടിക്കുന്ന ലുക്ക് ആയതുകൊണ്ട് അവർ വേഗം പേടിച്ചിട്ട് അതിന് റെസിപ്പി ഇങ്ങ് പറഞ്ഞു. അപ്പം ഞാൻ വേഗം പോയി വീട്ടിൽ വന്ന് കുറേ അങ്ങ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതുപോലെയൊന്നും ആയിട്ടില്ലേ. ആ സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ശരിയാവുന്നില്ല. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം അങ്ങ് ട്രൈ ചെയ്ത് ഇപ്പം ആ ഒരു ടേസ്റ്റിൽ ഞാനിങ്ങ് എത്തിപ്പിച്ചു എൻ്റെ ജ്യൂസിനെ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് അതങ്ങ് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇതിപ്പം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെയും ഫേവറേറ്റ് ജ്യൂസ് ഇതായിരിക്കും. എന്നുവെച്ചാൽ അത്രയും ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ പേര് വന്നിട്ട് ക്യാരറ്റ് ഡേറ്റ്സ് ജ്യൂസ്. അപ്പോൾ പേര് തന്നെ മനസ്സിലായല്ലേ ക്യാരറ്റാണ്. പക്ഷെ നമ്മൾ കുടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസാണ് അങ്ങനെയൊന്നും മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. പണ്ടൊക്കെ അമ്മ വീട്ടിൽ നിന്ന് ക്യാരറ്റ് ജ്യൂസൊക്കെ അടിച്ചു തരും, നല്ല കളർ വെക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കുടിക്കാറില്ല. പക്ഷേ ഈ ഒരു ജ്യൂസ് എൻ്റെ പൊന്നോ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പേ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു നമ്മുടെ അല്ലുമോൻ എവിടെ, അല്ലുമോനെ ഇപ്പം വീഡിയോയിലൊന്നും കാണുന്നില്ല എന്നൊക്കെ. ഫുൾ തിരക്കുള്ള മനുഷ്യരാണ്. ഈ വീട്ടിലെ ജോലികളിലൊക്കെ അല്ലൂട്ടും ചെയ്യുന്നതുകൊണ്ട് ഓന് ഭയങ്കര തിരക്കാപ്പാ. ഇപ്പം കാണിച്ചുതരാം അല്ലു എവിടെയാണെന്ന്, അല്ലു എന്തെന്നാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. സിംഹക്കുട്ടി ഇവിടെ ഭയങ്കര ഹോംവർക്ക് ചെയ്യുന്ന തിരക്കില്ല. അല്ലൂട്ട് എങ്ങോട്ട് നോക്കിയാ? എല്ലാവർക്കും ഒരു ഹായ് പറയാം. അപ്പോൾ അല്ലൂനെ എല്ലാവരും കണ്ടില്ലേ? അല്ലൂട്ടൻ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേഗം ആ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 4 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചെടുത്ത് ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഞാനിവിടെ 300 ഗ്രാം ആണ് എടുത്തത്. അപ്പം 300 ഗ്രാം തന്നെ വേണമെന്നില്ല. നമുക്കിപ്പോൾ 250 ഗ്രാം 200 ഗ്രാം ഒക്കെ ആയാലും ഈ ജ്യൂസിന് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ ഈത്തപ്പഴം മതി, വലിയ റേറ്റുള്ള ഈത്തപ്പഴമൊന്നും വേണ്ട. നമുക്ക് സാധാരണ പാക്കറ്റിലൊക്കെ കിട്ടുന്ന സാധാരണ ഈത്തപ്പഴം മതി. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലെടുക്കുക. പിന്നെ നമുക്ക് ഒരു പാക്കറ്റ് പാല് കൂടി എടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ പാലെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക. അതിനുശേഷം ഈ പാലിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. മുറിച്ചെടുത്ത ഈത്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കൂടുതൽ സമയം ഇളക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ഇളക്കേണ്ടി വരും. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞു പോവാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പാല് പിരിഞ്ഞ പോലെയൊക്കെ ഇടയ്ക്ക് നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും പാല് ചീത്തയായതോ മറ്റോ ആണെന്ന് വിചാരിക്കേണ്ട, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അഥവാ നമ്മൾ വറ്റിക്കഴിഞ്ഞ് കുറച്ച് പാല് കുറവ് പോലെ തോന്നുവാണെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ക്യാരറ്റ് വേവിക്കാം. അല്ലെങ്കിൽ നമുക്ക് പാൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ക്യാരറ്റ് വേവാതെ നിങ്ങൾ എടുക്കാൻ പാടില്ല. എന്തായാലും നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമേ ഇത് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ വേവാതെ എടുത്തു കഴിഞ്ഞാൽ ഈ ജ്യൂസ് അടിക്കും ക്യാരറ്റിൻ്റെ ചുവ വല്ലാതെ കുത്തി നിൽക്കുന്നത് പോലെ തോന്നും. അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം നല്ലപോലെ അടിഞ്ഞിട്ടുണ്ട്, മൊത്തത്തിലൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പോയി ഇതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കൂട്ട് നമുക്ക് പകുതി മാത്രം ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ട്രിപ്പായിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കട്ടപ്പാലാണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് കട്ടപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ടപ്പാൽ നമുക്ക് കുറച്ചായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം.
അടുത്തത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നമ്മളിവിടെ ഈത്തപ്പഴമൊക്കെ ചേർത്തത് കൊണ്ട് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അടുത്തതായി നമ്മളിവിടെ ചേർക്കുന്നത് വാനില ഐസ്ക്രീമാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് എടുക്കുമ്പം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചത് കൂടി ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സാവധാനം ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം ചെറിയ രീതിയിൽ മുറിച്ചെടുത്തിട്ട് ഈ ഒരു ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപാര ടേസ്റ്റാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മൊഞ്ചാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ സൈഡിൽ മുറിച്ചെടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി കുടിക്കാനുള്ള ടൈമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുടിക്കുക. അടിപൊളി ടേസ്റ്റാണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നിന്ന് ഈ ജ്യൂസ്. അപ്പം ഇനി നമ്മൾ എന്നാൽ ലാസ്റ്റ് പറയേണ്ടത്, അത് പറയാൻ ഒരാൾ വരുന്നുണ്ട്. ഒരു മിനിറ്റ്. ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.